അടുത്ത കാലത്തെ ജോജി ചേട്ടന്റെ ഹിറ്റ് ആയിട്ടുള്ള ഒരു പടമായിരുന്നു പുലിമട. അതിനകത്ത് ഈ സീനൊന്ന് കണ്ടു നോക്കിയേ. உமச்சன் அந்த போன் எடுத்து பாருங்க. எடுக்குப்பா. யாராவது இம்பார்ட்டன்ட் காலா இருக்கும். ഈ മൂവിക്കകത്ത് ഒത്തിരി ഭാഗങ്ങളിൽ ഈ റിംഗ് ടോൺ വരുന്നുണ്ട്. ഈ പാട്ട് പാടിയ വ്യക്തി ഇപ്പൊ അയർലൻഡിലാണോ ഉള്ളത്? നമുക്ക് അവരൊന്ന് കണ്ടാലോ. ഒരു സർപ്രൈസ് വിസിറ്റ് കൊടുക്കാന്ന് വിചാരിച്ചു. വെളിയിലോട്ട് വാ. അല്ല, ഞാൻ ഈ ദിവ്യനെ നമ്മുടെ ദീപനെ നമ്മുടെ ഫോളോവേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു. ഇതാണ് ദീപ. ദീപ എന്റെ ഫ്രണ്ടാണ്. ഇവിടെ അയർലൻഡിലെ ലിമറിക്കിലാണ് ദീപ വർക്ക് ചെയ്യുന്നത് കേട്ടോ. പുള്ളിക്കാരത്തി സ്റ്റാഫ് നഴ്സാണ് ഇവിടുത്തെ വെറ്ററിനറി ഹോസ്പിറ്റലില്. ചെറിയൊരു ഗായികയും കൂടെയാണ്. അപ്പൊ നമുക്ക് ദീപയുടെ വിശേഷങ്ങൾ കേട്ടാലോ. ദീപയുടെ ഈ പാട്ട് എങ്ങനെയാണ് പുലിമട സിനിമയിൽ വരുന്നേ? അത് ഞാൻ പോലും അറിയാതെ സിനിമയിൽ എടുത്തത്. എങ്ങനെ? അത് യൂട്യൂബിൽ പാട്ട് പാടിയിട്ടായിരുന്നു. പിന്നെ കുറേ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് കമന്റ് വരാൻ തുടങ്ങി. ഈ മൂവിയിൽ ഈ പാട്ടുണ്ട്, സൂപ്പറാണ്. അപ്പം എൻ്റെ വിചാരം ഈ പാട്ട് മൂവിക്കകത്തുണ്ടെന്നാണ് ഞാൻ ഓർത്തു. അങ്ങനെ ഒരു ഞാൻ ഈ മൂവി കാണുക പുതിയതായിട്ട്. അപ്പം ഞാനിങ്ങനെ വളരെ ടയേർഡായിട്ടിരിക്കുക, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് സിനിമ കാണുക. അപ്പം ഞാനിങ്ങനെ റിംഗ് ടോൺ ഇതിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. അപ്പം ഞാൻ അപ്പം ക്ഷീണമൊക്കെ മാറിയിട്ട് ഞാൻ 100 വോൾട്ടിൽ ചാർജ് ചെയ്തിട്ട് എൻ്റെ പാട്ട്. അത് മാത്രല്ല, ജോജു ചേട്ടന്റെ കമന്റ് ഉണ്ടായിരുന്നു, ഹൈലൈറ്റ് ഒരു കമന്റ് ഉണ്ടായിരുന്നു. ജോജു ചേട്ടനെ ഫസ്റ്റ് അത് നമ്മളൊക്കെ ഒരു സ്പെഷ്യൽ ആണല്ലോ അങ്ങനെ ഒരാൾ. അപ്പൊ എനിക്കൊരു ഡൗട്ട് ആയിരുന്നു, ഒറിജിനൽ ഐഡിയ ആണോ അറിയില്ലല്ലോ, കളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ. അപ്പൊ പിന്നെ പുള്ളി അതിനകത്ത് സൂപ്പർ എന്നൊക്കെ പറഞ്ഞു നമ്മൾ ചെക്ക് ചെയ്തപ്പോ പുള്ളിയുടെ ഐഡിയ. നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിട്ട് ആ പാട്ടൊന്ന് പാടിക്കൊടുക്കാവോ? എന്താ പാടാം. എൻ മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാം സീനായ് മാമലയിൽ എരിതീച്ചെടിയായി വളരേണമേ യഹോവേ. എൻ മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാം സീനായ് മാമലയിൽ എരിതീച്ചെടിയായി വളരേണമേ യഹോവേ. അടിപൊളി അടിപൊളി. താങ്ക് യു. ദീപ ഈ പാട്ട് പാടിയിരുന്ന സമയത്ത് യൂട്യൂബിൽ ഈ ഒരു പാട്ടിന്റെ ഫീമെയിൽ കവർ സോങ് ഇല്ലായിരുന്നു. അത് കൊണ്ട് മാത്രമല്ല, ദീപ നല്ല അസലായിട്ട് പാടിയിട്ടുണ്ട്. ദീപയുടെ യൂട്യൂബ് ചാനൽ ഹമ്മിങ് ബേർഡ് അല്ലേ, ഹമ്മിങ് ബേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിനകത്ത് ഈ പാട്ടിൻ്റെ ഫുൾ വേർഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ കേൾക്കാത്തവർ അതിനകത്തൊന്ന് കയറി കണ്ടേക്കണം.